ചെയർമാൻ പാലാ കേന്ദ്രീകരിച്ച് വീണ്ടും സജീവമാവുകയാണോ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക്? പാലാ കേന്ദ്രീകരിച്ചല്ലേ ശക്തമാകേണ്ടത്. പാർട്ടി ചെയർമാൻ ശക്തമാകേണ്ടതും ശക്തമാകുന്നതും പാലായെ നിലനിർത്തുന്നതും സ്വാഭാവികമായും മാണിസാറിൻ്റെ ഓർമ്മകളിൽ പാലായിൽ ഇന്നും എസ് കെ മാണിയുടെ പേരുണ്ടാകും. എസ് കെ മാണി പാലായെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായി ചിന്തിക്കേണ്ട ഒരു വ്യക്തിയല്ല. അതാണല്ലോ ഇന്നലെ പാലായെ തെളിഞ്ഞത്. യുവശക്തിയുടെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പ്രകടനവും സെമിനാറും കൺവെൻഷനും ഒക്കെ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊരു ആശങ്കയില്ല. പാലായെ സംബന്ധിച്ച് പാർക്കാ തർക്കമുണ്ട്. അല്ല, എവിടെ മാറും എന്നുള്ളതല്ല, പാലായെക്കുറിച്ചാണല്ലോ സംസാരിക്കുന്നത്. പാലായിൽ ജോസ് കെ മാണി അജീയമായ നേതൃത്വ സ്ഥാനത്ത് വന്ന് പാലായും അതോടൊപ്പം കടുത്തുരുത്തി കോൺസ്റ്റിറ്റ്യുവൻസിയും കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ശക്തമായ രണ്ട് കോട്ടകളാണ്. ഇനി അവിടെ എന്താ പ്രശ്നം, അതൊക്കെ രാഷ്ട്രീയപരമായ അവലോകനങ്ങളിലൂടെ കണ്ടെത്തി മുന്നോട്ട് പോകും. അതില്ല എന്ന് തെളിയിക്കപ്പെടുന്നതിൻ്റെ ആദ്യപടിയാണ് ഇന്നലെ പാലായെ കണ്ടത്. താമസിയാതെ കടുത്തുരുത്തിയിലും അത്തരത്തിലുള്ള യുവജന സമ്മേളനങ്ങളും പ്രകടനങ്ങളും ഒക്കെയായി ജനങ്ങളെ ബോധവൽക്കരിച്ച് ഞങ്ങളുടെ പാതയിൽ എത്തിച്ച് ശക്തിയാർജിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ശക്തിപ്പെടുത്തുന്നതോടൊപ്പം കേരള കോൺഗ്രസിൻ്റെ ബേസും വർദ്ധിക്കും. അത് മുന്നണിക്കകത്ത് എല്ലാ കക്ഷികൾക്കും സഹായകമാകും. ഒരു മുന്നണിയിൽ നിന്നുകൊണ്ട് ഒരു കക്ഷിയെയും വിമർശിക്കുവാൻ കേരള കോൺഗ്രസ് തയ്യാറല്ല. ചെയർമാൻ കടുത്തുരുത്തി മത്സരിക്കുന്ന പരിഗണനയിലുണ്ടോ? അല്ല, കേരള കോൺഗ്രസിൽ ഏത് സ്ഥാനാർത്ഥി എവിടെ മത്സരിക്കുമെന്നുള്ളത് തീരുമാനിക്കേണ്ട ആളല്ല ചെയർമാൻ. അതുകൊണ്ട് പിന്നെ ചെയർമാനെ കയറിയിട്ട് നമ്മൾ ഇപ്പോൾ കൊടുക്കുന്നത് ചെയർമാനാണല്ലോ ഈ തീരുമാനം എടുക്കേണ്ടത്. റോഷി എവിടെ മത്സരിക്കണം എന്ന് തീരുമാനിക്കുന്നത് പാർട്ടിയാണ്. ആ പാർട്ടി തീരുമാനം പറയുന്നത് ആരാ? പാർട്ടി ചെയർമാൻ. അതുകൊണ്ട് അദ്ദേഹം എവിടെ മത്സരിക്കുമെന്ന് ഞാൻ പറയാമെന്ന് പറഞ്ഞാൽ എന്ത് കഷ്ടമാണ്.